മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം. വെട്ടർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. പൊന്നാനിയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റ് 2025 സെപ്റ്റംബർ 27 എരമംഗലത്ത് തുടക്കം കുറിക്കും. കൊളാടി ബാലകൃഷ്ണൻ അനുസ്മരണം, റവന്യൂ മന്ത്രി കെ രാജൻ, ഇ.കെ. എംപിച്ചിബാവ അനുസ്മരണം, കായിക മന്ത്രി വി. അബ്ദുറഹ്മാൻ, ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ. ബിന്ദു എന്നിവർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പി. നന്ദകുമാർ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 27, ഒക്ടോബർ 4, 5 തീയതികളിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. എരമംഗലം കൂടാതെ പൊന്നാനി, ചങ്ങരംകുളം എന്നിവിടങ്ങളിലും ത്രിദിന സാംസ്കാരികോത്സവം നടക്കും. പൊന്നാനിയുടെ സാംസ്കാരിക ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കൊളാടി ബാലകൃഷ്ണൻ, ഇ.കെ. എംപിച്ചിബാവ, ടി. ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സ്മരണാർത്ഥം കൂടിയാണ് സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 27 എരമംഗലം കോതമുക്ക് PV റീജൻസി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 3 വന്നേരി വെളിച്ചം എന്ന പേരിൽ കൊളാടി ബാലകൃഷ്ണൻ അനുസ്മരണം നടക്കും. പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, ചിത്രകാരൻ KN ഗണേഷ് എന്നിവർ പങ്കെടുക്കും. വന്നേരിയുടെ വെളിച്ചം കൊളാടി ബാലകൃഷ്ണൻ ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്യും. മുമ്പേ നടന്ന കലാപകാരി ഡോക്യുമെന്ററി പ്രദർശനവും പാട്ടബാക്കി നാടകവും അരങ്ങേറും. ഒക്ടോബർ 4 പൊന്നാനി AV ഹൈസ്കൂളിൽ പൊന്നാനിയുടെ സമരവഴികൾ എന്ന പേരിൽ നടക്കുന്ന ഇ.കെ. എംപിച്ചിബാവ അനുസ്മരണം കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. PP സുനീർ MP വിശിഷ്ടാതിഥിയാകും. പൊന്നാനി കടലും കാലവും എന്ന വിഷയത്തിൽ പ്രൊഫസർ PP അബ്ദുൾ റസാഖും ഇ.കെ. എംപിച്ചിബാവ പൊന്നാനിയും എന്ന വിഷയത്തിൽ പ്രൊഫസർ MM നാരായണൻ സംസാരിക്കും. MT എഴുത്തിന്റെ ആത്മാവ് എന്ന നാടകവും ഗാനസദസ്സും നടക്കും. ഒക്ടോബർ 5 മൂക്കുതല ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്മരണകളുടെ പൂമുഖം എന്ന പേരിൽ നടക്കുന്ന P. ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണവും സാംസ്കാരിക സദസ്സും കലാപരിപാടികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തൃശൂർ MLA P. ബാലചന്ദ്രൻ മുഖ്യാതിഥിയാകും. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. പിന്നെ ആ കാലഘട്ടത്തിലെ പഴയ പാട്ടുകൾ അവതരിപ്പിക്കുകയാണ് ഗാനമേള. പിന്നെ MTയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നാടകം നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതും അങ്ങനെ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള പരിപാടി. പിന്നെ മൂക്കുതലയിൽ ചിത്രൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ ഈ വിദ്യാഭ്യാസ വിചക്ഷണ നിലയ്ക്കുള്ള 2ാം ഘട്ടമാണ് ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ളത്. 1ാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. നമ്മുടെ കുടുംബത്തിൽ വന്നു ഈ നവോത്ഥാന പ്രസ്ഥാനത്ത് പങ്കെടുത്ത ആളാണ്. പഞ്ചിഭോജനം നടത്തിയ വ്യക്തിയാണ്. അത് ആർക്കും അറിയില്ല. അതിന്റെ വീട്ടിൽ നിന്ന് വെഴുക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും കൂടി എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ആശയം വന്നത്. മരിക്കുന്നതിന് പഞ്ചിഭോജനം നടത്തി, പഞ്ചിഭോജനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ ഘട്ടത്തിൽ എതിർപ്പ് വന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അയാൾക്ക് സഹായിയായിട്ട് ബ്രദറിയും കൂട്ടി പൊന്നാനി PWD റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ. സിന്ധു, പൊന്നാനി നഗരസഭ മുൻ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംബന്ധിച്ചു. വെട്ടർ ന്യൂസ്, പൊന്നാനി.